നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. കോഴിക്കോട് യുവതി ഉൾപ്പെടെയുള്ള 3 അംഗ സംഘത്തെ മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് കോൺസ്റ്റബിളിന്റെ ഭാര്യ ജീവനൊടുക്കി. HIV ബാധിതയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കേരളത്തിലെ ജയിലുകളിൽ നിന്ന് 100-ലധികം തടവുകാർ ചാടിപ്പോയിട്ട് തിരികെ എത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ട്. കോഴിക്കോട് യുവതി ഉൾപ്പെടെയുള്ള 3 അംഗ സംഘത്തെ മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് MDMA അതുപോലെ തന്നെ മറ്റ് വിലപിടിപ്പുള്ള രാസലഹരികളും പോലീസ് പിടിച്ചെടുത്തു. മുണ്ടൂർ പൊരിയാനിയിൽ 60 ഗ്രാം മെത്താഫെറ്റമിനുമായി കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ 2 യുവതികളും യുവാവും കോങ്ങാട് പോലീസിന്റെ പിടിയിലായി. കോഴിക്കോട് ഒഞ്ചിയം മടപ്പള്ളി കോളേജ് നാദപുരം റോഡ് സ്വദേശി KV ആൻസി, മലപ്പുറം തിരൂരങ്ങാടി സ്വദേശികളായ നൂറ ടാൻസി, മുഹമ്മദ് സോലിഹ് എന്നിവരാണ് പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കോങ്ങാട് പോലീസും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്നാണ് ആൻസി മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. 2024 പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ആൻസിയെ MDMAയുമായി പിടികൂടിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ശേഷവും ആൻസി ലഹരിക്കടത്ത് തുടരുകയായിരുന്നു. ആൻസിയുടെ ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചതിൽ നിന്ന് കൂടുതൽ പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശികളായ നൂറ ടാൻസി, മുഹമ്മദ് സോലിഹ് എന്നിവരെ മുണ്ടൂർ പെരിയാനി ഭാഗത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്തത്. ഇവർ ആൻസിയിൽ നിന്നും MDMA വാങ്ങാൻ വന്നതായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. പ്രതികൾ വന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മണ്ണാർക്കാട് DYSP സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വിസ്മയ ന്യൂസ്, കോഴിക്കോട്. പോലീസ് കോൺസ്റ്റബിളിന്റെ ഭാര്യ ജീവനൊടുക്കി. ഭർത്താവും ഭർത്തൃവീട്ടുകാരും തുടർന്ന പീഡനങ്ങളിൽ മനനൊന്താണ് സൗമ്യ കാശ്യപ് എന്ന യുവതി ജീവനൊടുക്കിയത്. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥനെ കുറ്റവിമുക്തനാക്കിയുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഭർത്തൃവീട്ടുകാരുടെ പീഡനം സഹിക്കാനാകാതെ പോലീസ് കോൺസ്റ്റബിളിന്റെ ഭാര്യ ജീവനൊടുക്കി. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സംഭവം. സൗമ്യ കശ്യപ് എന്ന യുവതിയാണ് മരിച്ചത്. ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള സൗമ്യയുടെ വീഡിയോ ഇതിനകം വൈറലായി കഴിഞ്ഞു. ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും ചെയ്തു. തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ ഭർത്താവും ഭർത്തൃവീട്ടുകാരും തന്നെ പീഡിപ്പിക്കുകയാണെന്ന വീഡിയോയിൽ യുവതി പറയുന്നു. ഭർത്താവിന്റെ സഹോദരനടക്കം ഉപദ്രവിച്ചു. ഭർത്താവിന്റെ അമ്മാവൻ ഒരു അഭിഭാഷകനാണ്. തന്നെ കൊല്ലാൻ അമ്മാവൻ ഭർത്താവിനോട് പറഞ്ഞു. കൊലക്കുറ്റത്തിൽ നിന്നും ഭർത്താവിനെ രക്ഷിക്കാമെന്നും അമ്മാവൻ ഉറപ്പു നൽകിയെന്ന് യുവതി കരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതേസമയം യുവതിയുടെ മരണം ആത്മഹത്യ തന്നെയാണെന്ന് നോർത്ത് ലക്നൌ പോലീസ് സ്ഥിരീകരിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചതായി നോർത്ത് ലക്നൌ പോലീസ് ഓഫീസർ ജിജേന്ദ്ര ദുബെ അറിയിച്ചു. വിവരം യുവതിയുടെ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. സംഭവസ്ഥലത്ത് ഫോറൻസിക് പരിശോധന നടത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. യുവതിയുടെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. HIV ബാധിതയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. അഭയകേന്ദ്രത്തിലെ അന്തേവാസിയാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായി ഗർഭിണിയായത്. HIV ബാധിച്ച പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രധാന പ്രതിയെ ലാത്തൂർ നഗരത്തിലെ സെഷൻസ് കോടതി ഞായറാഴ്ച 1 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അമിത് അങ്കുഷ് വാഗ്മേരെയാണ് ശനിയാഴ്ച പിടിയിലായത്. ലാത്തൂരിലുള്ള അഭയകേന്ദ്രത്തിലാണ് പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്. അഭയകേന്ദ്രത്തിന്റെ സ്ഥാപകൻ ഉൾപ്പെടെ 5 പേരെ പോലീസ് ഈ കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അഭയകേന്ദ്രത്തിൽ 2 വർഷത്തിലേറെയായി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കുന്ന കാര്യം പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം പെൺകുട്ടി പരാതിയിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ജൂലൈ 13-നും ഈ വർഷം ജൂലൈ 23-നും ഇടയിലാണ് സംഭവമെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു. അഭയകേന്ദ്രത്തിലെ ഒരു ജീവനക്കാരൻ പരാതിക്കാരിയെ 4 തവണ ബലാത്സംഗം ചെയ്തു. സംഭവം പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അസുഖം കൂടിയതിനെ തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി നടത്തിയ പരിശോധനയിലാണ് 4 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. നേരത്തെ അറസ്റ്റിലായ അഭയകേന്ദ്രം സ്ഥാപകൻ, സൂപ്രണ്ട്, ജീവനക്കാർ എന്നിവർ ജൂലൈ 28 വരെ പോലീസ് കസ്റ്റഡിയിലാണ്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. കേരളത്തിലെ ജയിലുകളിൽ നിന്ന് 100-ലധികം തടവുകാർ ചാടിപ്പോയിട്ട് തിരികെ എത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ട്. ജീവപര്യന്ത തടവുകാർ ഉൾപ്പെടെയാണ് പരോളിലിറങ്ങി മുങ്ങിയത്. തുറന്ന ജയിലിൽ നിന്ന് പോലും ആളുകൾ പരോളിലിറങ്ങിയ ശേഷം തിരികെ എത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജയിലിൽ നിന്ന് പരോളിലിറങ്ങിയും ആശുപത്രിയിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ചും മുങ്ങിക്കടന്നു കളഞ്ഞത് 100ഓളം തടവുകാർ. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ആശുപത്രിയിലും കോടതിയിലും കൊണ്ടുപോകവെ രക്ഷപ്പെട്ടവരും പരോളിലിറങ്ങി മുങ്ങിയവരും ഉൾപ്പെടെയുള്ള പട്ടികയാണിത്. ജയിലധികൃതരുടെ കണക്കനുസരിച്ച് 2020 മുതൽ തടവിൽ നിന്നും രക്ഷപ്പെട്ട 50ഓളം പേരിൽ 14 പേരെ കുറിച്ച് ഇപ്പോഴും വിവരങ്ങളില്ല. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച്
പരോളിലിറങ്ങിയ 100-ലധികം തടവുകാരിൽ 85 പേർ ഇനിയും മടങ്ങിയെത്താനുണ്ട്. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നവരുൾപ്പെടെ ഇതിലുണ്ടെന്നാണ് കണക്ക്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് മാത്രം 30ഓളം പേർ തിരികെ എത്തിയിട്ടില്ല. വിയൂർ ജയിലിൽ നിന്ന് 3 പേരും പരോളിലിറങ്ങി മുങ്ങി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 4 പേരും, നെട്ടുകാൽ, തേരി, ചീമേനി തുറന്ന ജയിലുകളിൽ നിന്ന് 35 പേരും പരോളിലിറങ്ങി മുങ്ങിയ ശേഷം തിരികെ എത്തിയിട്ടില്ല. വിവിധ ജയിലുകളിൽ തടവുകാരുടെ എണ്ണക്കൂടുതൽ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന വാദമാണ് ഉദ്യോഗസ്ഥർ നിരത്തുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലുമായി തടവുകാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി 7828 ആണ്. എന്നാൽ ഞായറാഴ്ചത്തെ കണക്കനുസരിച്ച് മാത്രം 10,054 പേരാണ് വിവിധ ജയിലുകളിലുള്ളത്. 727 തടവുകാരെ പാർപ്പിക്കേണ്ട തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ മാത്രം 1585 പേരുണ്ട്. 948 പേരെ പാർപ്പിക്കേണ്ട കണ്ണൂർ ജയിലിലാകട്ടെ 1124 പേരാണ് ഉള്ളത്. വിയൂർ സെൻട്രൽ ജയിലിലെ ശേഷി 553 ആയിരിക്കെ 1123 പേരാണ് ഇവിടെ കഴിയുന്നത്. ശിക്ഷിക്കപ്പെട്ട ജയിലിലുള്ളത് 4251 പേരാണ്. എന്നാൽ റിമാൻഡ് തടവുകാരായി 4605 പേരും വിചാരണ തടവുകാരായി 1238 പേരും ജയിലുകളിലുണ്ട്. അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ അന്തേവാസികൾ ജയിലുകളിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് ജീവനക്കാരുടെ എണ്ണം കൂട്ടാതിരിക്കുകയും ചെയ്യുന്നത് സുരക്ഷയെ കാര്യമായി ബാധിക്കുന്നതായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.